അടുത്തതായി ഈ ട്രസ്റ്റിൻ്റെ ചികിത്സാ സഹായധന വിതരണമാണ്. ഓരോരുത്തരെ വേദിയിലേക്ക് വിളിക്കുന്നു. ആദ്യമായി അഷ്റഫ് നൽകുന്നത് കാറ്റലിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ TP റൂബി സർ. താങ്ക് യു. അടുത്തതായി ശ്രീ അബ്ദുറഹിമാൻ. അടുത്തതായി ശ്രീ അബ്ദുൾ സമദ്. അബ്ദുൾ സമദിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാമ്പറ്റമ്മൽ ബേബി. അടുത്തതായി അശോകൻ. അടുത്തതായി ശ്രീ MM ബാലൻ. അടുത്തതായി ശ്രീ അജിത് കുമാർ KC. ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത ആളുകൾ ഓഫീസിൽ നിന്നും ചികിത്സാ സഹായധനം ഏറ്റുവാങ്ങേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു. അടുത്തതായി സ്കോളർഷിപ്പ് വിതരണമാണ് നടത്തുന്നത്. കുന്നമംഗലം ബഹുമാന്യായ MLA അവർകളാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലിയ ഷെറിൻ. അടുത്തതായി സ്കോളർഷിപ്പ് വിതരണത്തിനായി സ്ഥാപനം ഡയറക്ടർ ശ്രീ റൂബീഷ് TP അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റിനു സൈന. അടുത്തതായിട്ട് ഈ വേദിയിൽ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് PTA റഹീം സർ, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജൗഹർ പൂമംഗലം, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഏറ്റവും ആദരണീയരെ, സമാരാധ്യരായ രാഷ്ട്രീയ പൊതു സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ TP രൂപീഷ്, സാന്നിധ്യം കൊണ്ട് ഇവിടെ ധന്യമാക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, കാറ്റലിസ്റ്റ് സ്ഥാപനം ഇന്ന് നരിക്കുനിയിൽ മാത്രമല്ല ബാലുശ്ശേരിയിലും കുന്നമംഗലത്തും ചളന്നൂരും താമരശ്ശേരിയും എല്ലാം വ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രവർത്തന പദ്ധതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തത്തിനാണ് നമ്മളേവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രൂപീഷ് മാഷ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണയോട് കൂടിയിട്ടുള്ള ഒരു കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ ഒരു തുടക്കവും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയുള്ള സ്കോളർഷിപ്പ് വിതരണ പരിപാടിയൊക്കെ തന്നെയാണ് ആദരണീയനായ MLA ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കാറ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബാലുശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിന്നിവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ബാലുശ്ശേരി പഞ്ചായത്തിൽ കാറ്റലിസ്റ്റിൻ്റെ സ്ഥാപനം വളരെ വിപുലമായ രീതിയിലേക്ക് പ്രവർത്തിച്ചു വരികയാണ്. രൂപീഷ് മാഷെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
ഇത്തരത്തിലുള്ള പ്രവർത്തനം സ്വാഗത ഭാഷകൻ പറഞ്ഞു, ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമീപിക്കുമ്പോഴും അതിനോട് കൃത്യമായി പോസിറ്റീവായി അതിൻ്റെ പോരായ്മകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരാനും അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനും അതിൻ്റെ സഹായം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഇടപെടലും അദ്ദേഹം നടത്താറുണ്ട്. ഇപ്പം കഴിഞ്ഞ ഇതിലൊക്കെ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം സമാന്തര വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബാലുശ്ശേരി. അവിടെ നന്നായി പ്രവർത്തിക്കാൻ കാറ്റലിസ്റ്റിന് കഴിയുന്നത് ഇപ്പോൾ കുറേ കാലങ്ങളായുള്ള ഒരു പാരമ്പര്യം കോളേജിന് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നത് അവിടെയുള്ള അധ്യാപകരുടെ അവരുടെ നല്ല രീതിയിലേക്ക് ഇടപെടൽ കുട്ടികൾക്ക് നന്നായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അതിൻ്റെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം ഇത്തരത്തിലേക്ക് വർഷങ്ങളായി മുന്നോട്ട് പോകണമെങ്കിൽ അത് കൃത്യമായി ആളുകളുടെ ഇടയിലേക്ക് അതിൻ്റെ വിശ്വാസ്യത ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്കറിയാം, ബാലുശ്ശേരിയിൽ നമുക്ക് അറിയാം SSLC +2 കുട്ടികളൊക്കെ തന്നെ പാസ്സാകുന്ന സമയത്ത് അദ്ദേഹം പഞ്ചായത്തിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലേക്കുള്ള പേരൊന്നും ഉണ്ടായിട്ടില്ല. ബാലുശ്ശേരി പഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് വിജയിച്ച നമ്മളുടെ കുട്ടികൾക്ക് ബാലുശ്ശേരി പഞ്ചായത്തിൻ്റെ പേരോടുകൂടി തന്നെ നല്ല മൊമെൻറ്റോകൾ കൊടുത്തുകൊണ്ട് അവിടെ എന്നോട് മാഷ് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് വലിയ രീതിയിലൊന്നും പ്രതിപാദിക്കേണ്ട, ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുത്തു മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, നമുക്ക് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനവും മുന്നോട്ട് പോകണം, അതോടൊപ്പം ഇതിന് സഹായിച്ച കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തകരെയും അല്ലെങ്കിൽ അത്തരമൊരു മനുഷ്യകാരുണ്യ പ്രവർത്തനം ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ആ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മളവിടെ തീരുമാനിക്കുകയും അത്തരത്തിൽ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ മൊമെൻറ്റോ കുട്ടികൾക്ക് ഏറ്റുവാങ്ങാൻ അവിടെ സാധിച്ചു. ഇന്ന് അതേപോലെ തന്നെ ഇവിടെ വളരെ ഇത് തോന്നിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ, ഇനി അതേപോലെ തന്നെ പാലിയേറ്റീവ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഈ മേഖലയിലേക്ക് ദിവസം ദിവസം രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഓരോ പഞ്ചായത്ത് പ്രദേശം പരിശോധിച്ച് നോക്കിയാലും പാലിയേറ്റീവ് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്ര സഹായം കൊടുത്താലും അധികമാവില്ല. അവിടെയാണ് തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടി പുതുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു മനുഷ്യകാരുണ്യ പ്രവർത്തനം, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു നമ്മളുടെ മാധവ സേവ എന്ന് പറയുന്നതിലെ ദൈവത്തിനെ സേവിക്കുന്നത് മാധവ സേവയിലൂടെ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലേക്ക് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അത്തരം കാരുണ്യ പ്രവർത്തനത്തിനാണ് രൂപീഷ് മാഷിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ വ്യാപിച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക്, ഇതൊരിക്കലും മറ്റൊരാശംസയല്ല, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസത്തെ മറന്നുകൊണ്ട് എനിക്ക് താങ്ങാവാൻ അല്ലെ എനിക്ക് തണലാവാൻ ഇത്തരത്തിലുള്ള സ്ഥാപനമുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ള ഒരു കൃതജ്ഞത ആളുകളുടെ മനസ്സിലുണ്ടാവാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു 97 ആരംഭിച്ച ഈ ഒരു സ്ഥാപനം 28 വർഷത്തോളം ഇതിൻ്റെ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കാറ്റലിസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ, ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം എയിംസ് ഡൽഹിയിലും അതുപോലെ തന്നെ NIT-യിലും IIT-യിലും ഒക്കെ തന്നെ കുട്ടികൾക്ക് നേടിക്കൊടുത്ത് അവർക്ക് വലിയൊരു ഉപജീവന മാർഗം കണ്ടെത്താൻ കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം നേരിട്ടല്ലെങ്കിലും അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു അറിവിൻ്റെ കേന്ദ്രമായി മാറാൻ ആണ് കാറ്റലിസ്റ്റ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അത് വലിയൊരു ശ്രമത്തിലൂടെ ഇനിയും വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. നന്നായി കുട്ടികൾ ഇവിടെ എത്തിപ്പെട്ട് കുട്ടികൾക്ക് അറിവിൻ്റെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കാറ്റലിസ്റ്റിന് സാധിക്കട്ടെ. അത്തരത്തിലേക്ക് ദേശാന്തരത്തിലേക്ക് നമ്മുടെ ഈ ഒരു സ്ഥാപനം വ്യാപിക്കാനൊക്കെ തന്നെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒത്തുചേരലിന് സാധിക്കട്ടെ. ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സേവന പ്രവർത്തനം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.